ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ സംഭാവന നൽകിയത് സ്ഥിരീകരിച്ച സിനിമാ താരങ്ങൾ. സ്വർണം, നാണയങ്ങളാണ് നൽകിയതെന്ന് ഷാജി കൈലാസ്, സുരേഷ് കുമാർ, രൺജി പണിക്കർ എന്നിവർ വിജിലൻസിന് മൊഴി നൽകി. ദേവസ്വം രേഖകളിൽ ഉള്ളവരേക്കാൾ കൂടുതൽ പേർ കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്ക് സംഭാവന നൽകിയോ എന്നറിയാൻ മാധ്യമങ്ങളിൽ പരസ്യം നൽകാനാണ് വിജിലൻസിന്റെ ആലോചന. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം വേഗത്തിലാക്കാൻ SIT പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജംഷഡ്പൂരിൽ അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഒരാഴ്ചയ്ക്കകം ലഭിച്ചേക്കും. ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ പേർ രംഗത്ത് വരുന്നു, അതുപോലെ കൂടുതൽ പേർ സംഭാവന നൽകിയോ എന്നറിയാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. ഒപ്പം ഈ പരിശോധനാ ഫലം, സാമ്പിൾ പരിശോധനാ ഫലം എത്രയും പെട്ടെന്ന് വരേണ്ടതുണ്ട്. അതിൽ എന്തെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളത് നിർണായകമാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷമൊക്കെ ഈ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നതിന്റെ കാരണമായി പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി സംഭവിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ശബരിമലയിലെ ക്രമക്കേട് സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് അവരുടെ ത്വരിതാന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രത്യേക സംഘമാണ് ആ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കൊടിമരത്തിന് സ്വർണം സംഭാവന ചെയ്ത സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഷാജി കൈലാസ്, രൺജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവർ വിജിലൻസിന് മൊഴി നൽകിയത്. നാണയങ്ങളായിട്ടാണ് സ്വർണം നൽകിയതെന്നാണ് ഇവരുടെ മൊഴി. മാത്രവുമല്ല, ചിലർ സ്വർണത്തിന്റെ അളവ് പറഞ്ഞെങ്കിലും ചിലർ തൂക്കം കൃത്യമായി ഓർക്കുന്നില്ല എന്നാണ് മൊഴി നൽകിയത്. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരും മൊഴി നൽകാൻ തയ്യാറാണെന്ന് വിജിലൻസ് സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച തന്നെ ആ മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും മൊഴി രേഖപ്പെടുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അതേസമയം ഈ ദേവസ്വത്തിന്റെ രേഖകളിലുള്ള 27 പേരെ കൂടാതെ മറ്റാരെങ്കിലും സ്വർണം സംഭാവന നൽകിയിട്ടുണ്ടോ എന്ന അന്വേഷണവും വിജിലൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി സ്വർണം സംഭാവന നൽകിയവർ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട മാധ്യമങ്ങളിൽ പരസ്യം നൽകാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇത്തരത്തിൽ തെളിവുകളുമായി വരുന്നവരുടെ സ്വർണത്തിന്റെ അളവ് കൂടി കണക്കാക്കിയാൽ യഥാർത്ഥത്തിൽ എത്ര സ്വർണം കിട്ടിയെന്ന് ഉറപ്പിക്കാനാകും എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT ഈ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരടക്കം അവിടെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ ആസിഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പാളികളിൽ പലയിടത്തും നൈട്രിക് ആസിഡിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് കണ്ടെത്തൽ. അപ്രൈസർമാർ പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതെന്നാണ് സംശയിക്കുന്നത്. നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത് പരിശുദ്ധി പരിശോധിക്കാനാണ് സാധാരണഗതി. അങ്ങനെ പരിശോധന ശബരിമലയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യം ക്രമേണ ഈ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ടെന്നും ആ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത വേണമെന്നും വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്മിത, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.